ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നോക്കാം. പെൺകുട്ടികൾക്ക് അവരുടെ ശരീരത്തിൽ ആൺകുട്ടികൾ സ്പർശിക്കാൻ ഇഷ്ടമുള്ളത് എവിടെയൊക്കെയാണ് എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. റിലേഷൻഷിപ്പ് ഉള്ളവരുടെ ഒരു ഡൗട്ടാണ്, ഞാൻ അവളുടെ ശരീരത്തിൽ സ്പർശിച്ചാൽ അവൾ അത് മോശമായിട്ട് എടുക്കുമോ, എന്നെ ബ്രേക്കപ്പ് ചെയ്യുമോ, ഇതൊക്കെ. എന്നാലോ ആൺകുട്ടികൾ സ്പർശിക്കണം എന്ന് അവരാഗ്രഹിക്കുന്ന ഒന്നാമത്തെ ശരീരഭാഗം എന്ന് പറയുന്നത് കവിളാണ്. അതായത് നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കവിളാണ്. സംസാരിക്കുന്ന സമയത്ത് കവിളിലൊക്കെ പിടിച്ചിട്ട് സംസാരിക്കുന്നത് പൊതുവെ പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നിങ്ങൾ കവിളിലൊക്കെ പിടിച്ച് സംസാരിക്കുമ്പോൾ അവൾക്ക് തോന്നുന്നത് നിങ്ങൾ അവളെ ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് കാണുന്നത്. ഒരു ചൈൽഡിഷ് നേച്ചറായിട്ട് നിങ്ങൾ അവരെ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു തോട്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ ശരീരഭാഗം എന്ന് പറയുന്നത് കവിളാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ചെവിയാണ്, ഇയേഴ്സ്. നിങ്ങൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെവിയിലൊക്കെ പിടിക്കുമ്പോഴത്തേക്കും അവൾക്ക് ഫീൽ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, ഒരു റൊമാൻറ്റിക് ഫീല്. അതാണ് അവർക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് അവരെ എത്രമാത്രം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു തോട്ടായിരിക്കും അവരുടെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെവിയാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കമൻറ്റെങ്കിലും ഇടാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണേ. നിങ്ങളിങ്ങനെ ഒരു കുഞ്ഞു കമൻറ്റ് ഇടുമ്പോഴത്തേക്കും എനിക്കത് വലിയൊരു മോട്ടിവേഷനാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഒരു കമൻറ്റ് കാണുമ്പോഴത്തേക്കും എനിക്ക് അത്രമാത്രം സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എന്തെങ്കിലും ഒരു കുഞ്ഞു കമൻറ്റ് ഇടണേന്ന്. അപ്പോൾ ഈ കമൻറ്റിൻ്റെ കാര്യം ആരും മറക്കരുതേ. മൂന്നാമത്തെ കാര്യമായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, കഴുത്താണ്. അതായത് നമ്മുടെ നെക്ക്. പെൺകുട്ടികൾക്ക് പൊതുവെ അവരുടെ കഴുത്തിലൊക്കെ പിടിച്ചിങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നും പറഞ്ഞിട്ട് ആരും പോയി കഴുത്തിൽ നിന്ന് പിടിച്ച് ഞെക്കിയേക്കരുത്. ജസ്റ്റ് അവരുടെ മാലയിലൊക്കെ പിടിക്കുക. ഈ മാല കാണാൻ വേണ്ടി നല്ല രസമുണ്ട്, ഈ ലോക്കറ്റ് നിന്റെ കഴുത്തിൽ നിന്ന് നന്നായിട്ട് ചേരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൂന്നാമതായിട്ട് വരുന്നത് കഴുത്താണ്. ഇനി നാലാമതായിട്ട് വരുന്നത് എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്നത് നോസാണ്, മൂക്ക്. നിങ്ങളും ആ ഒരു പെൺകുട്ടിയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നല്ല സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കോമഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ പറഞ്ഞിട്ട് അവളെ ഒന്ന് ചിരിപ്പിച്ചിട്ട് അവളുടെ മൂക്കിലൊക്കെ ഒന്ന് പിടിക്കുകയാണെങ്കിൽ അവൾക്കത് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നിങ്ങളിങ്ങനെ മൂക്കിലൊക്കെ പിടിച്ചിട്ട് ഒരു തമാശകളൊക്കെ പറയുമ്പോൾ അവൾക്ക് തോന്നുന്നത് നിങ്ങൾ അവളൊരു കൊച്ചു കുട്ടിയെ പോലെയാണ് കാണുന്നത്, ഒരു ചൈൽഡിഷ് നേച്ചറായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ആകുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൾക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ നാലാമതായിട്ട് വന്നത് നോസ് ആയിരുന്നു. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്നത് ഹെഡാണ്. പെൺകുട്ടികൾക്ക് പൊതുവെ അവരുടെ ഹെഡൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ അവളുടെ തലമുടിയിൽ കൂടെ ഇങ്ങനെ കോതി നടക്കുക, അതായത് നിങ്ങൾ കൈയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തലമുടിയിലൊക്കെ പിടിക്കുമല്ലോ, ഈ തലയോട്ടിയിലൊക്കെ പിടിക്കുന്നത്, അതൊക്കെ പെൺകുട്ടികൾക്ക് പൊതുവെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇനി നിങ്ങളിങ്ങനെ തലയിലൊക്കെ പിടിക്കുന്ന സമയത്ത് അവളുടെ തലമുടിയൊക്കെ പിടിച്ച് വലിക്കുകയൊന്നും ചെയ്തേക്കരുത്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് നല്ല വേദന എടുക്കുകയും നിങ്ങളോട് നല്ല ദേഷ്യം ഉണ്ടാവാൻ അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണേ. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ചുണ്ടാണ്. നിങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചുണ്ടിലൊക്കെ പിടിക്കുന്നത് ചില പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് എല്ലാവരുടെയും കാര്യമല്ല, വളരെ റെയർ ആയിട്ടുള്ള പെൺകുട്ടികൾക്കാണ് ഇങ്ങനെ ചുണ്ടിലൊക്കെ പിടിച്ച് സംസാരിക്കുന്നത്, അതായത് നിങ്ങൾ ചുണ്ടിലൊക്കെ ടച്ച് ചെയ്യുന്ന ഇഷ്ടമുള്ളൂ. ഇത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഗേൾസിന് പൊതുവെ ഇഷ്ടമാണ് അവരുടെ ചുണ്ടിലൊക്കെ ഒന്ന് സ്പർശിക്കുന്നത്. എന്നും വിചാരിച്ചിട്ട് നിങ്ങൾ ഓടിപ്പോയിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ കണ്ടിട്ട് ഓടി അവളുടെ ചുണ്ടിൽ നിന്ന് പിടിക്കാൻ പോയേക്കരുത്. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ആരുടെയെങ്കിലും ശരീരത്തിൽ തൊടാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പായിട്ട് അവരുടെ പെർമിഷൻ വാങ്ങിച്ചിരിക്കണം. അതായത് ആരുടെയും പെർമിഷൻ ഇല്ലാതെ ആരുടെയും ശരീരത്തിൽ തൊടാനൊന്നും പോയേക്കരുത്. അങ്ങനെ നിങ്ങൾ തൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വന്ന കോൺസിക്വൻസ് എന്താണോ അത് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണേ. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ ഒരു ചാനൽ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമുള്ളൊരു ചാനലാണ്. അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഈ പറഞ്ഞ 6 കാര്യങ്ങളാണ് പെൺകുട്ടികൾക്ക് അവരുടെ ശരീരത്തിൽ നിങ്ങൾ ആൺകുട്ടികൾ തൊടണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ഈ ഒരു കാര്യം ഒന്നും അറിയില്ല നടക്കുന്ന ഫ്രണ്ട്സ്,
അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.